നമസ്കാരം. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കിയ സംഭവത്തിൽ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വരുവാൻ ഫസീലയോട് പറഞ്ഞിരുന്നതായി പിതാവിന്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നൌഫൽ നേരെയാകുമെന്ന പ്രതീക്ഷയിൽ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ മകൾ ജീവിച്ചു. ഉത്സവ പറമ്പുകളിൽ പൊരുവിറ്റായിരുന്നു ഫസീലയുടെ പിതാവ് റഷീദിന്റെ ഉപജീവനം. ഭർത്താവ് നൌഫലിന്റെയും ഉമ്മ റംലത്തിന്റെയും കൊടിയ പീഡനം സഹിക്കുവാൻ ഫസീലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ 23-ാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോഴും ഒരു കുഞ്ഞ് ഇവർക്കുണ്ടായിരുന്നു. നൌഫലിന്റെ 2 സഹോദരന്മാരുണ്ട്. ഇവരുടെ ഭാര്യമാർക്ക് 30ഉം 25ഉം പവൻ സ്വർണം നൽകിയിരുന്നു. പകുതി സ്വർണം 16 പവൻ. ഇത് പോരെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. തലവേദന വന്നാൽ ഗുളിക വാങ്ങി നൽകില്ല. അതിന് റഷീദ് ഓട്ടോ വിളിച്ചു മരുന്നുമായി മോളുടെ അടുത്തെത്തണം. എന്തിനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും നൽകില്ല. ഇതിനുള്ള പണം റഷീദ് തന്നെ മകൾക്ക് നൽകുമായിരുന്നു. ആ കാശുകൂടി നൌഫൽ വാങ്ങി കീശയിലാക്കും. പേരക്കുട്ടിക്ക് വയറിളക്കമുണ്ടായിരുന്നു. 4 ദിവസമായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഡോക്ടർക്ക് കാശ് കൊടുക്കാനാകില്ലെന്ന് പറയും. അവസാനം റാഷിദ് ഓട്ടോറിക്ഷ വിളിച്ച് കുഞ്ഞുമോനെ കൊടുങ്ങല്ലൂരിൽ ആശുപത്രിയിൽ എത്തിക്കുവാൻ പറഞ്ഞു. ഇതോടെ ഫസീലെ വീണ്ടും നൌഫൽ മർദ്ദിച്ചു. സ്വന്തം മകന് ചികിത്സ നൽകാൻ പോലും കാശ് ചിലവാക്കാത്ത അച്ഛനായിരുന്നു നൌഫൽ. രാവിലെ 6:45 മകളുടെ വാട്സാപ്പ് മെസ്സേജ് വരുന്നത്. ഞങ്ങൾ കണ്ടതാകട്ടെ 20 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. അപകടം തിരിച്ചറിഞ്ഞതോടെ സ്കൂട്ടറിൽ റഷീദും സക്കീനയും മോളുടെ അടുത്തേക്ക് കുതിച്ചു. അപ്പോഴേക്കും മോള് മരിച്ചിരുന്നു. ഭർത്താവിന്റെ വീട്ടിലെ ചുവരിൽ പോലും അവൾക്ക് തൊടാൻ അനുവാദമുണ്ടായിരുന്നില്ല. വാഷിംഗ് മെഷീനിൽ പോലും തൊടാൻ കഴിയില്ല. അടി കിട്ടും. ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു താമസം. സഹോദരൻ വിദേശത്താണ്. അരിയും പലചരക്കും 3 മാസം കൂടുമ്പോൾ മോളുടെ വീട്ടിലെത്തിക്കും. ഫസീലയ്ക്ക് നൽകുന്ന 2000 രൂപ ഭർത്താവ് കൈക്കലാക്കും. സമാധാനവും കൊടുക്കില്ലെന്ന് ആ പിതാവ് നെഞ്ചുപൊട്ടി പറയുന്നു. സംഭവ ദിവസം മോളെയും കൊണ്ട് അവർ ഓട്ടോയിലാണ് ആശുപത്രിയിൽ പോയത്. തലകറങ്ങി വീണു ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നായിരുന്നു നൌഫലിന്റെ ഉമ്മ റംലത്ത് പറഞ്ഞത്. പിന്നെ അറിയുന്നത് മകളുടെ മരണവാർത്തയാണ്. നൌഫൽ ഇത്രയും ക്രൂരനായിട്ടും ഫസീല സഹിച്ചു നിന്നത് കുഞ്ഞുമോന്റെ ജീവിതം ആലോചിച്ചായിരുന്നു. 2ാമത് ഗർഭിണിയായി വിവരം അറിഞ്ഞതോടെ നൌഫൽ വയറ്റിൽ ചവിട്ടി. ഗർഭം അലസിപ്പിക്കുവാനായിരുന്നു ആ ചവിട്ട്. ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായതോടെ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്നായിരുന്നു ഫസീലയുടെ ചിന്ത. 1.25 വർഷം മുൻപായിരുന്നു നൌഫലിന്റെയും ഫസീലയുടെയും വിവാഹം. 10 മാസം പ്രായമായ മകനുമുണ്ട്. 2ാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെയായിരുന്നു മർദ്ദനം തുടങ്ങിയത്. മകൾ 2ാമത് ഗർഭിണിയായ വിവരം ഫസീലയുടെ വാട്സാപ്പ് മെസ്സേജിലൂടെയായിരുന്നു ആ മാതാപിതാക്കൾ പോലും അറിഞ്ഞത്. ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തുന്നത്. ഞങ്ങൾ അവൾക്ക് 16 പവൻ പൊന്നു നൽകി. ഭർത്താവ് നൌഫൽ കാർബോർഡ് കമ്പനിയിലെ കരാർ ജീവനക്കാരനാണ്. വിവാഹം കഴിഞ്ഞതു മുതൽ സ്ത്രീ തന്റെ തുകയുടെയും സ്വർണത്തിന്റെ പേരിൽ മകളെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. എന്റെ മകന് ഇതിൽ കൂടുതൽ തുക ലഭിക്കും, പൊന്നു ലഭിക്കും. നീ എന്തിനാടി ഇവിടെ കയറി വന്നത് എന്ന് ചോദിച്ച് നൌഫലിന്റെ മാതാവ് റംലയും പതിവായി ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്ന് ഫസീലിന്റെ മാതാപിതാക്കൾ പറയുന്നു. നാളുകളായി ഫസീലെ നൌഫൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം രാത്രി ഫസീലയുടെ വയറ്റിൽ നൌഫൽ ചവിട്ടുകയും റംല മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഗർഭം അലസിപ്പിക്കുവാനായിരുന്നു ഇത്. ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ഫസീല ജീവനൊടുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ പരിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ റഷീദിന്റെയും സക്കീനയുടെയും ഏക മകളായ ഫസീല മരിച്ച കേസിലാണ് കരൂപ്പടന്ന കരുമാത്ര നെടുങ്ങത്തുകുന്ന് സ്വദേശി വലിയകത്ത് വീട്ടിൽ നൌഫലും മാതാവ് റംലയും അറസ്റ്റിലായത്. സംഭവത്തിൽ പ്രതികരണവുമായി ഫസീലയുടെ അമ്മാവൻ നൌഷാദ് രംഗത്തെത്തിയിരുന്നു. ഫസീലയും ഭർത്താവും തമ്മിൽ പതിവായി വഴക്കുണ്ടായിരുന്നു. ഫസീല വിളിച്ചു പറഞ്ഞപ്പോൾ അത്ര കാര്യമാക്കിയില്ല. കാരണം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ അത് തെറ്റായിപ്പോയി എന്നാണ് നൌഷാദ് പറയുന്നത്. ഭർത്താവിന്റെ അമ്മയും ഫസീലമ്മയും അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് കരുതി അത് കാര്യമായി എടുത്തില്ല. കുടുംബം തമ്മിൽ അകന്നു പോകേണ്ട എന്ന് കരുതി. കുഴപ്പമില്ല മോളെ, അതൊക്കെ എല്ലാ വീട്ടിലുമുള്ളതല്ലേ എന്ന് പറഞ്ഞ ഫസീലെ സമാധാനിപ്പിച്ചു. അതാണ് ദോഷമായതെന്ന് നൌഷാദ് പറയുന്നു. ഫസീല 2ാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നാണ് നൌഷാദ് വ്യക്തമാക്കുന്നത്. നൌഫൽ ഫസീലയുടെ വയറിന് ചവിട്ടിയതും ഉമ്മ തെറി വിളിച്ചതുമെല്ലാം അവൾ അയച്ച സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. നൌഷാദിന്റെ വാപ്പയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. ആശുപത്രിയിൽ എത്തിയപ്പോൾ നൌഫലിന്റെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ തെറ്റൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ പോലീസ് വന്നപ്പോൾ കാര്യങ്ങൾ മാറി പറഞ്ഞു. അവരുടെ സംസാരം കേട്ടപ്പോൾ എത്രമാത്രം ക്രൂര മനസ്സാണ് അവരുടേതെന്ന് തോന്നിപ്പോയി. ഞങ്ങളോട് അവരൊന്നും വിശദമായിട്ട് പറഞ്ഞതുപോലുമില്ല. പോലീസാണ് എല്ലാം പറഞ്ഞത്. ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഫസീല വീട്ടിലെ ഒറ്റ മോളായിരുന്നു. ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു വിളിക്കുമ്പോൾ ഉമ്മയും ബാപ്പയുമാണ് എപ്പോഴും പോകുന്നത്.
ഇടയ്ക്കൊരു തവണ നൗഫലിന്റെ ഉമ്മയും ഫസീലയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞാനും കൂടെ പോയിരുന്നു. അന്ന് ഫസീല എന്റെ മോളെ പോലെയാണെന്ന് പറഞ്ഞ് നൗഫലിന്റെ ഉമ്മ പ്രശ്നങ്ങൾ തീർത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നുവെന്നും നൌഷാദ് കൂട്ടിച്ചേർത്തു. തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരണം. മരണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അവൻ അവളെ ശാരീരികമായി ഉപദ്രവിച്ചതാണ് പൊറുക്കാനാകാത്തത്. ഗർഭിണിയായിരുന്നില്ലേ? ചെറിയ കാര്യത്തിന് വരെ വഴക്ക് ഇരുവർക്കുമിടയിൽ പതിവായിരുന്നു. എല്ലായിടത്തും ഇങ്ങനെയൊക്കെയല്ലേ എന്ന് കരുതിയാണ് ഇവിടെ എത്തിച്ചത് എന്ന് നൌഷാദ് വിഷമത്തോടെ പറയുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപായി ഫസീല മാതാവ് സക്കീനയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ ഭർത്തൃവീട്ടിൽ ആ 23കാരി അനുഭവിച്ച പീഡനങ്ങളുടെ ആഴമുണ്ടായിരുന്നു. ഉമ്മ, ഞാൻ 2ാമത് ഗർഭിണിയാണ്. നൗഫലിന്റെ വയറിൽ കുറേ ചവിട്ടി. ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു. ഞാൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലുമെന്നായിരുന്നു ആ സന്ദേശം. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 6:49 ആ സന്ദേശങ്ങൾ കണ്ടത്. അരമണിക്കൂർ വൈകിപ്പോയി എന്ന് പറയുമ്പോൾ പിതാവ് അബ്ദുറഷീദിന് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരേ ഒരു മോളാണ്, അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത് തന്നെ. ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക്. സന്ദേശങ്ങൾ കണ്ട് നൗഫലിന്റെ വീട്ടിൽ ഓടിയെത്തുമ്പോഴേക്കും ഫസീലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആരുടെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിലെത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവളുടെ മുഖമൊന്ന് കാണാൻ പോലുള്ള മനോധൈര്യം എനിക്കുണ്ടായില്ലെന്ന് കരച്ചിലമർത്തി ആ പിതാവ് പറയുന്നു. ഉത്സവപ്പറമ്പിൽ മധുരപലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പുറന്നു വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന 5 സെന്റും കൊച്ചുവീടും വിറ്റാണ് മകളെ വിവാഹം ചെയ്തയച്ചത്. വിവാഹപ്പിറ്റേന്ന് ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല. വിവാഹത്തിന് മുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്നു ഫസീല. എന്നാൽ പിന്നീട് നൗഫൽ ജോലിക്ക് പോകുവാൻ അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും പറ്റിയിരുന്നില്ല. മകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്ന് കരുതി 1 ചാക്ക് അരി, 20 കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ 3 മാസം കൂടുമ്പോൾ അബ്ദുറഷീദ് നൗഫലിന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു. സഹോദരന്റെ വീട്ടിലായിരുന്ന നൗഫലും കുടുംബവും കഴിഞ്ഞ മാസമായിരുന്നു തറവാട് വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങി നൽകി. ഞാൻ പണക്കാരനായതുകൊണ്ടല്ല, ലക്ഷങ്ങൾ കടമുണ്ട്. വാടക വീട്ടിലാണ് താമസം. എന്നാലും മോളിലെ കണ്ണ് നിറയരുതെന്നായിരുന്നു ആഗ്രഹമെന്ന് ആ വാക്കുകൾ മുഴുമിക്കാനാകാതെ ആ പിതാവ് വെങ്ങിപ്പൊട്ടി. വിവാഹത്തോടെ പുരുഷന് അവന്റെ കുടുംബത്തിൽ അഭിപ്രായങ്ങൾ പറയുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും മറ്റും കൂടുതൽ അധികാരങ്ങൾ കൈവരുമ്പോൾ സ്ത്രീ വിവാഹത്തോടെ സ്വന്തം വീട്ടിൽ പാടെ അന്യായി പോകും. അതുവരെ ജീവിച്ചു വന്ന സ്വന്തം വീട്ടിൽ വിവാഹത്തോടെ വിരുന്നുകാരിയാകും. വല്ലപ്പോഴും ചെല്ലുമ്പോൾ കാണുന്നവരൊക്കെ എപ്പോൾ വന്നു എപ്പോൾ പോകുമെന്നൊക്കെ കുശലം ചോദിക്കും. ഇതൊന്നും അത്ര എളുപ്പമല്ല ഈ ഒരു അനുഭവം. ഫസീലയ്ക്കും ഇറ്റുമുടയിൽ വന്നു ചേർന്നത് അത്തരമൊരു ദുരന്തം തന്നെയാണ്. എങ്കിലും ആത്മഹത്യ ചെയ്യുവാൻ കാണിച്ചെടുത്ത് ആ കുഞ്ഞുമായി ജീവിക്കുവാൻ ബാപ്പയുടെ അടുത്തേക്ക് മടങ്ങുവാനുള്ള ധൈര്യമെങ്കിലും ആ മകൾ കാണിക്കേണ്ടതായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.